ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ NCPയിൽ 2 MLAമാരാണ് ഉള്ളത്. രണ്ടാമന് പകുതിട്ടേ മന്ത്രിയാവണമെന്ന മോഹമുണ്ടായിരുന്നു. അവരുടെ ദേശീയ നേതൃത്വം പവാർജി പാർട്ടിയിലെ പവർ 2.5 വർഷം വെച്ച് വീതിച്ചു നൽകിയെന്നും പറയുന്നു. ഇനി കഷ്ടി 1.5 വർഷമേ ഉള്ളൂ. രണ്ടാമൻ കുട്ടനാട് MLA തോമസ് കെ തോമസിൻ്റെ കാത്തിരിപ്പ് നീണ്ടു പോവുകയാണ്. ആദരണീയനായ ദേശീയ നേതാവ് ശരത് പവാർജിയുടെ തീരുമാനമായിരുന്നു 2.5 വർഷം മന്ത്രിസ്ഥാനം പങ്കിടുകയാണുള്ളത്. അത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. ഞാനും ശശീന്ദ്രനും കൈ കൊടുത്ത് പിരിഞ്ഞൊരു സബ്ജക്റ്റാണ്. അങ്ങനെ 2.5 വർഷമായിട്ടും അതിനൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. മന്ത്രിയെ മാറ്റുന്നത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഞാൻ എല്ലാ കാലത്തും എന്നോട് നിങ്ങൾ ചോദിച്ചാൽ പറയാറ് അത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ദേശീയ നേതൃത്വ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ഞാനിരിക്കുന്ന ഈ കസേരയിൽ ഇരിക്കാന്ന് വ്യാമോഹിക്കണ്ട. എന്റെ സ്വഭാവം. മന്ത്രിസ്ഥാനം അത് ഞാൻ ആദ്യം മുതലേ നിങ്ങളോട് പറയുന്നുണ്ട്. അത് എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൈ വരും. സംശയം ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഇതിന് വിലങ്ങ് തേടിയായിട്ട് നിന്നാലും അത് വരേണ്ട രീതി വരും. ഒരു സംശയമില്ല കാര്യം. അതാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മഹാത്മാഗാന്ധിയും AKജിയും ഒരിക്കലും മന്ത്രിമാരായിരുന്നിട്ടില്ല. പക്ഷേ ജനങ്ങൾ ഇന്നും ആരാധനയോടെ അവരെ സ്മരിക്കുന്നു. അതുകൊണ്ട് ആദ്യ ബാച്ച് എന്ന നിലയിൽ ഗ്രാമവികസന മന്ത്രി ശ്രീ ഗോപാലപിള്ളയും മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ മാറിയാൽ NCPക്ക് അവിടെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ. ഹൈക്കമാൻഡിന്റെ ഉത്തരവാണ്. രാജിവെച്ചേ തീരൂ. ഏത് ഹൈക്കമാൻഡാ സാറേ? നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ? ഹൈക്കമാൻഡാണോ? 2 MLAമാരുള്ള അതിൽ ഒരു MLAക്ക് 2.5 വർഷം കഴിഞ്ഞ് കൊടുക്കണമെന്നുള്ള അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. 2G സ്പെക്ട്രം കേസിലെ അഴിമതി അന്വേഷിച്ച ലോക്സഭയുടെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് പണ്ട് പുഷ്പം പോലെ നേതൃത്വം നൽകിയ ആളാണ് PC ചാക്കോ. ആ ചാക്കോ 2 MLAമാരുള്ള കേരള NCPയെ നയിക്കാൻ പെടപ്പാടുപെടുകയാണ്. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ പവാർജിയെ കൊണ്ട് ഒരുവിധം തീരുമാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും സംഗതി ഇവിടെ നടപ്പായിട്ടില്ല. പ്രസിഡന്റ് ലോക്കൽ കമ്മിറ്റിയിലുള്ളവരെ ചോദിച്ചു തുടങ്ങി. ഇപ്പോൾ കേരളത്തിലെ എൻ്റെ പ്രസിഡന്റ് PC ചാക്കോയും ദേശീയ തലത്തിൽ എൻ്റെ പ്രസിഡന്റ് ശരത് പവാറുമാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഞാൻ ഇടയാൻ ഇന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് PC ചാക്കോ സാർ വളരെ ടെൻഷൻ എടുത്ത് തന്നെയാണ് ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. നാടകത്തിനുള്ള സമയമായി. പാർലമെന്ററി ബോർഡ് ചെയർമാൻ ശ്രീ ശരത് പവാറും പാർലമെന്ററി ബോർഡും ഞങ്ങളെ ബോംബെയിൽ വിളിപ്പിച്ച് ശ്രീ ശശീന്ദ്രൻ ഒഴിഞ്ഞ് ആ സ്ഥാനം അവശേഷിക്കുന്ന പീരീഡ് തോമസ് കെ തോമസിന് കൊടുക്കണം എന്നാണ് തീരുമാനം. ആ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ വേണ്ടി ശരത് പവാർ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. കാത്തിരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അൻവർ, PR, മലപ്പുറം ADGP, പൂരം കലക്കൽ തുടങ്ങി സർവത്ര കുഴപ്പങ്ങൾക്കും നടുവിലാണ് മുഖ്യമന്ത്രി. അതിൽ നിന്നൊക്കെ ഊരി ഒന്ന് നടുനിവർത്തി ആലോചിക്കാൻ അല്പസമയം കൊടുക്കൂ പ്ലീസ്. NCPയിൽ തോമസ് കെ തോമസിന്റെ മന്ത്രി സ്വപ്നത്തിന് മുഖ്യമന്ത്രിയുടെ ചെക്ക്. AK ശശീന്ദ്രൻ തൽക്കാലം തുടരട്ടെ എന്ന് പിണറായി വിജയൻ. തീരുമാനം NCP ദേശീയ നേതൃത്വത്തെ അറിയിക്കും. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് അത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഒരു പാർട്ടിയുടെ നോമിനി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ പാർട്ടിക്ക് തന്നെയാണ്. ആ നിലയ്ക്ക് നിങ്ങൾ പറയുന്ന ഈ കാര്യം തികച്ചും ന്യായമാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വലിയ പാട് തന്നെയായി മുന്നണി സംവിധാനം. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. അല്ല, നമ്മുടെ കാര്യം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പഠിച്ച് അതിനൊരു മറുപടി പറയാൻ എനിക്ക് അല്പം കൂടെ സാവകാശം വേണം. അതുകൊണ്ട് ഞാൻ ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് നിങ്ങളെ അറിയിക്കാം.
എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്തു കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ, അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. അല്ലേ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പ്രത്യേക താല്പര്യം ആരോടും ഇല്ല. എന്നോടും വലിയ താല്പര്യമോ, AK ശശീന്ദ്രനോടും വലിയ താല്പര്യം, PC ചാക്കോട് വലിയ. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ആരോടും വലിയ പ്രത്യേകതയുള്ള ആളൊന്നുമില്ല. ഒരു സ്ഥാനം കിട്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനെ കിട്ടാതിരിക്കണം, പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമല്ലേ, അതായത് അതിനെ കിട്ടാതിരിക്കുന്നത്. ഗാലറിയിൽ ഇരുന്ന് വിസിലടിക്കുന്ന പോലല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. എന്റെ എത്രയോ മാസത്തെ ആലോചന, എന്റെ സ്വപ്നം എല്ലാം പോയി. ആ വിഷമം അനുഭവിച്ചാലേ അറിയൂ.